എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണക്കക്കപ്പപ്പുഴുക്കും അയലക്കറിയുമാണ് ഉണ്ടാക്കുന്നത്. അയലക്കറി കുടംപുളി ഇട്ട് വറ്റിച്ച് മുളക് ചാറ് കറിയാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കപ്പ വേവിച്ച് വെള്ളം ഊറ്റി കട്ടൊക്കെ കളഞ്ഞ് ഉണങ്ങി വെച്ച കപ്പയാണിത്. 1/2 കിലോ കപ്പയുണ്ട്. ഇതൊന്ന് കഴുകി വെള്ളം ഒഴിച്ച് കുതിർത്താനിടാം. ഒരു 5 മണിക്കൂർ കുതിർത്തിയെടുത്താൽ മതി. കുതിർന്ന് വരട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് മീൻകറി റെഡിയാക്കാം. സവാളയും തക്കാളിയും വഴറ്റി പൊടികളെല്ലാം ചേർത്ത് കല്ലുപ്പും ചേർത്തു. കുടംപുളിയും ചേർത്ത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് അയില ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് തിളച്ച് വറ്റി ഒരു 15-20 മിനിറ്റ് വരെ വെന്താൽ മതിയാകും. നന്നായി തിളച്ച് വറ്റി വരട്ടെ. കൂടെ ഒരു 10 കാന്താരി മുളകും ചേർക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും ചേർത്തു. ഇനി വെന്ത് വരട്ടെ. നന്നായി തിളച്ച് വറ്റി ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. സ്പൂൺ ഉപയോഗിച്ച് അധികം ഇളക്കുമ്പോൾ വല്ലാതെ ഉടഞ്ഞു പോകും. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. കണ്ട കുടംപുളി ചേർത്ത മുളക് ചാറ് അയലക്കറി ഇവിടെ റെഡിയായി. ഇനി ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതാണ് കൂടുതൽ ടേസ്റ്റ്. ഉപ്പും പുളിയും എരിവും എല്ലാം പാകത്തിനായിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അയലക്കറി റെഡിയായി. ഇനി നമ്മൾ കുതിർത്താൻ വെച്ചിരുന്ന ഉണക്കക്കപ്പ നന്നായി കുതിർന്നു വന്നിട്ടുണ്ട്. ഇതുപോലെ ഒടിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും കുതിർന്നു വന്നോ എന്ന്. ഇനി ഇതൊന്ന് 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം. കഴുകി വേവിച്ചെടുക്കണം. കുക്കറിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 3 സ്റ്റീം കേട്ടാൽ മതിയാകും. വേവിച്ചെടുക്കാം. വേവിച്ച് അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിക്കളയണം. ആവശ്യമായോ കല്ലുപ്പ് ഞാൻ ചേർത്ത് കൊടുത്തു. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തു. വെന്ത് വരട്ടെ. വെന്ത് വരുമ്പോഴേക്കും നമുക്കതിൻ്റെ അരപ്പ് റെഡിയാക്കാം. 1 മുറി തേങ്ങ, ഒരു 20 കാന്താരി, 10 ചുവന്നുള്ളി, 10 വെളുത്തുള്ളി അല്ലി, ഇതെല്ലാം കൂടെ ആദ്യം ഒന്ന് ചതച്ചെടുക്കാം. അധികം അരയേണ്ട ആവശ്യമില്ല. ഒന്ന് ചതച്ചെടുത്തു. അതിനുശേഷം തേങ്ങയും കൂടെ ചേർത്ത് ചതച്ചെടുക്കാം. 1 തണ്ട് കറിവേപ്പിലയും ചേർത്തു. 1/2 ടീസ്പൂൺ നല്ല ജീരകം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തു. ഒരു കളറിന് വേണ്ടി മാത്രം കാശ്മീരി ചില്ലി 1/2 ടീസ്പൂൺ ചേർത്തു. നിർബന്ധമൊന്നുമില്ല കാശ്മീരി ചില്ലി ചേർക്കണമെന്ന്. കാന്താരിയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. ചതച്ചെടുത്തു. ഇനി നമുക്ക് കപ്പ വേവിക്കാൻ വെച്ചത് സ്റ്റീമൊക്കെ പോയി എന്തായി നോക്കാം. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഇതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിക്കളയാം. കട്ടൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ. ഇനി നമുക്കൊരു ഉരുളി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കഴിയുമ്പോൾ രണ്ട് 3 ചുവന്നുള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചതച്ചത് ചേർത്ത് മൂപ്പിക്കാം. ഇതിന് പകരം ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി. ഇനി തേങ്ങ ഒതുക്കി വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി കപ്പ വേവിച്ച് വെച്ചതും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് നന്നായിട്ട് വെന്ത കപ്പയാണ്. കപ്പപ്പുഴുക്ക് ഇവിടെ റെഡിയായി. ടേസ്റ്റ് നോക്കാം. ഒരല്പം ഉപ്പ് കൂടെ ചേർക്കണം. ഹിമാലയൻ പിങ്ക് സാൾട്ടാണ് ഞാൻ ചേർക്കുന്നത്. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. 2 തണ്ട് കറിവേപ്പിലയും വെച്ചു. കപ്പപ്പുഴുക്ക് ഇവിടെ റെഡിയായി. ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. തുറന്ന് നോക്കാം. കപ്പപ്പുഴുക്ക് വിളമ്പാൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്ക് കപ്പപ്പുഴുക്കും മീൻകറി വിളമ്പിയെടുക്കാം. മീൻകറിയൊന്നും ഇല്ലെങ്കിലും ഈ കപ്പപ്പുഴുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റാണ്.
ഇപ്പം മുളക് ചാറ് മീൻ കറി ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റോടുകൂടി തന്നെ കഴിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള പുഴുക്കിനൊക്കെ കുടംപുളി ചേർത്ത് മുളക് ചാറ് മീൻ കറി വയ്ക്കുക, അതാണ് ടേസ്റ്റ്. എൻ്റെ ചാനൽ പുതുതായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത ബെല്ലൈക്കനും ഓളും പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഇൻറ്റിമേഷൻ കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ഇതുപോലെ കപ്പയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഉണങ്ങി ട്രൈ ചെയ്യണേ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.